മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മെത്തേഡാണ്. ഇറ്റ്സ് എ ടെക്നിക്ക്. അതായത് പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് എന്നുള്ളത്. ഇത് ഒന്നും കൂടി, അതായത് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് എന്നുള്ളത്. മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്നുള്ള മെത്തേഡായിരുന്നു ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനു മുന്നേ നമ്മൾ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് എന്താണ് ഇപ്പം വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് എന്നുള്ളത്. അതായത് ഒരു സാമ്പിൾ ഡാറ്റ യൂസ് ചെയ്തിട്ട് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്, ഒരു മെത്തേഡാണ് എന്ത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ എന്നുള്ളത്. അപ്പം എന്താണ് ഈ സാമ്പിൾ എന്നും പോപ്പുലേഷൻ എന്നും നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് കമ്മ്യൂണിറ്റി, ലാർജ് ഡാറ്റ ഉണ്ടായിരിക്കും. ആ ലാർജ് ഡാറ്റേനെ മൊത്തം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു റാൻഡം ആയിട്ട് നമ്മൾ സാമ്പിൾ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ചെയ്യും. ആ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോപ്പുലേഷനിലുള്ള എനി ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഇപ്പം മീൻ ആയാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയാലും വേരിയൻസ് ആയാലും അതിനെ നമ്മൾ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ തീറ്റ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ സാമ്പിളിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മീൻ പാരാമീറ്റേഴ്സ് അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ ടി എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ ടി. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ അതിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന മീന് നമ്മൾ എക്സ് ബാർ അല്ലെങ്കിൽ എക്സ് ബാർ, ഇതിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് മ്യൂ, then സിഗ്മ സ്ക്വയർ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. എക്സ് ബാർ, ഇതിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതിനൊക്കെ നമ്മൾ എസ് സ്ക്വയർ, ആ രീതിയിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്നും പാരാമീറ്റേഴ്സ് എന്നും നമുക്കറിയാം. ദെൻ അതിൽ നമ്മൾ പറഞ്ഞു ഈ എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ സാമ്പിൾസിൻ്റെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് പോപ്പുലേഷൻ്റെ എന്ത് ഫൈൻഡ് ചെയ്യുന്നത്, പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഈ വാല്യൂസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആ എസ്റ്റിമേറ്റ് ചെയ്യുന്ന, അതായത് സാമ്പിൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാമ്പിൾസിൻ്റെ ഈ വാല്യൂസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് ഇപ്പൊ നമുക്ക് ഈ പോപ്പുലേഷൻ, അതായത് ഇപ്പോൾ ഒരു കോളേജിന്റെ മൊത്തം സ്റ്റുഡൻസിന്റെ ഹൈറ്റ്, ആവറേജ് ഹൈറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റുഡൻസിന്റെ ആവറേജ് ഹൈറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു 168 ആണെന്ന് വിചാരിക്കാം. 168 സെന്റിമീറ്റർ ആണ് ഒരു സാമ്പിൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം, ഈ പോപ്പുലേഷൻ്റെ, അതായത് മൊത്തം കോളേജിലെ സ്റ്റുഡൻസിന്റെ ഹൈറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പം ഈ ഒരു ബേസ്, ഇത് ഈ 168 എന്ന് പറഞ്ഞ വാല്യൂ സാമ്പിളിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോപ്പുലേഷന്റെ ആവറേജ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു 168 ആണ് എസ്റ്റിമേറ്റർ. അപ്പൊ നമുക്ക് സാമ്പിൾസ് ഉണ്ടായിരിക്കും ഓരോ സ്റ്റുഡൻസിന്റെയും. ഇപ്പോൾ 151 x 151 152 ഇതൊക്കെ സാമ്പിൾ ഡാറ്റാസ് ആണ്. സാമ്പിൾ 152 അങ്ങനെ എക്സെട്ര നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം സാമ്പിൾസ്, നമ്മൾ കിട്ടിയിരിക്കുന്ന സാമ്പിൾസ് ഈ 151 152 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സാമ്പിൾ മീന് 168. ഒന്ന് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് 151 152 പ്ലസ് 153 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ടോ അതിന്റെ കൗണ്ട് വെച്ചിട്ട് നമുക്ക് മീൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആവറേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ വേറെ രീതിയിൽ നമുക്ക് ആവറേജ്, ഇതൊരു എസ്റ്റിമേറ്റർ ആണല്ലോ, നമ്മൾ
എന്താണ് സാമ്പിളിൽ യൂസ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂസിന് നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് പറയും. ഇതൊരു എസ്റ്റിമേറ്റർ ആണ്. ഈ എസ്റ്റിമേറ്റർ നമുക്ക് ആവറേജ് വേറെ രീതിയിലും ഫൈൻഡ് ചെയ്യാം. റേഞ്ച് വെച്ചിട്ട് നമുക്ക് എന്താ ആവറേജ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ദെൻ മിനിമം വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്താ ഒരു ആവറേജ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്താ എസ്റ്റിമേറ്റർ കിട്ടി. അപ്പം എസ്റ്റിമേറ്റർ നമുക്ക് അതായത് ഒരു പാരാമീറ്റർ അതായത് പോപ്പുലേഷന്റെ മീൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ മോർ ദാൻ വൺ എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എസ്റ്റിമേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏതാണ് ഒന്നും കൂടെ അക്യുറേറ്റ്, നമുക്ക് ഏറ്റവും എന്താണ് മീനോട് അതായത് പോപ്പുലേഷനോട് ഒന്നുകൂടി അക്യുറേറ്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ ഏതാണ്, ആവറേജ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്താ ഒരു മെത്തേഡ് യൂസ് ചെയ്യും. അതിൽ രണ്ട് മെത്തേഡ് ആയിരുന്നു. ഒന്ന് മെത്തേഡ് ഓഫ് മൊമെന്റ്സും ദെൻ ഒന്ന് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ്. അപ്പം ഏതാണ് നമ്മളുടെ പാരാമീറ്റേഴ്സിനോട് അതായത് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനോട് ക്ലോസ് ആയിട്ടുള്ള അത് അക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഗുഡ് പ്രോപ്പർട്ടീസ് ഉള്ള എസ്റ്റിമേറ്റർ ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് എന്ത്, മെത്തേഡ് ഓഫ് മൊമെന്റ്സും ദെൻ അതിലൊന്നാണ് മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്നും. അപ്പം നമ്മൾ പറഞ്ഞു മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ technique for estimating the parameters of population using in the given samples അല്ലെങ്കിൽ using some observed data. അപ്പം അതാണ് maximum likelihood estimator. അപ്പോൾ അതിൽ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ ഒരു എന്താണ് ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ വരുന്നത് ഒരു x1 x2 എക്സെട്ര xn വരെയുള്ള ഒരു റാൻഡം വേരിയബിൾസ് ആണിത്. റാൻഡം വേരിയബിൾസ്, റാൻഡം ഡാറ്റാസ്, ഒബ്സർവ്ഡ് ഡാറ്റാസ് ആണ്, സാമ്പിൾസ് ആണ് x1 x2 എക്സെട്ര. അതിന് ഒരു എന്താണ് വിത്ത് എന്തുണ്ടായിരിക്കും, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനോടുള്ള അതായത് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അതായത് ഒരു ഡാറ്റേന്റെ റിസൾട്ട് എന്തെങ്കിലും ഒരു വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് എന്താ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ട് ആ എന്താണ് സാമ്പിൾ ഡാറ്റയ്ക്ക്. അതാണ് എന്ത് എഫ് ഓഫ് എക്സ് തീറ്റ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. കാരണം എന്താണ് ഇത് എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ ആണ്. ദാറ്റ് മീൻസ് എല്ലാ വേരിയബിൾസിനും x1 x2 എക്സെട്ര x3 അങ്ങനെ xn വരെയുള്ള എല്ലാ വേരിയബിൾസിനും എന്താ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണുള്ളത്. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് തീറ്റ എന്നുള്ളത് എല്ലാത്തിനും സെയിം ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സിന് നമുക്ക് എന്താ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമുക്കറിയാം എന്താ പ്രൊഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് തീറ്റയാണ് ഈ റാൻഡം വേരിയബിൾ ഈ ഒബ്സർവ്ഡ് ഡാറ്റന്റെ സാമ്പിൾ ഡാറ്റന്റെ ഡെൻസിറ്റി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നുള്ളത് എഫ് ഓഫ് എക്സ് തീറ്റയാണ്. അപ്പം എഫ് ഓഫ് എക്സ് തീറ്റ ഓരോ ഒബ്സർവ്ഡ് ഡാറ്റയ്ക്കും എന്താ സെയിം ഐഡന്റിക്കൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യണം. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഓരോ ഡാറ്റേന്റെയും നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്ന സാമ്പിളിന്റെ ഡാറ്റയ്ക്കും സെയിം ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താ ഇങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം എൽ ഓഫ് തീറ്റ ഇതിനെ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എൽ ഓഫ് തീറ്റ എന്നാണ്. ദെൻ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്1 തീറ്റ എഫ് ഓഫ് എക്സ്2 തീറ്റ ഇൻറ്റു എഫ് ഓഫ് എക്സ്1 xn തീറ്റ. അപ്പം നമുക്ക് ഈ തീറ്റേന്റെ അതായത് പാരാമീറ്റർ അതായത് തീറ്റേന്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് അതായത് എന്താ അതിനർത്ഥം മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ നല്ല അക്യുറേറ്റ് ആയിട്ട് നല്ല കൺസിസ്റ്റന്റ് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ ആ തീറ്റേന്റെ അതായത് പോപ്പുലേഷന്റെ പാരാമീറ്ററിന്റെ ഗുഡ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ലൈക്ലിഹുഡ് ഫംഗ്ഷന്റെ ലോഗ് ഫൈൻഡ് ചെയ്തിട്ട് അതിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്താൽ ഈ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്താൽ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പാരാമീറ്ററിന്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു കണ്ടീഷൻ ആണ് നമുക്ക് എന്താണ് ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലോഗ് എൽ തീറ്റ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇസ് ലെസ് ദാൻ
0 ആയി കഴിഞ്ഞാലും ഇത് എന്ത് തന്നെയാണ് ഈ തീറ്റേന്റെ നമുക്ക് കിട്ടുന്ന, അതായത് നമുക്ക് ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുന്ന എസ്റ്റിമേറ്റർ, ആ ഒരു വാല്യൂ എന്തിന്റെ എസ്റ്റിമേറ്റർ ആയിരിക്കും? തീറ്റേന്റെ, അതായത് പാരാമീറ്ററിന്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് എന്താ? പ്രോപ്പർട്ടീസ് ആണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ കൺസിസ്റ്റന്റ് ആണ്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാല് എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക. ദാറ്റ് മീൻസ് അത് എന്താവുമ്പോൾ ലാർജ് സാമ്പിൾ ലാർജ് ആവുമ്പോൾ എന്താണ്? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്തുകൊണ്ട് മോർ എഫിഷ്യന്റ് ആണ്? എന്താണ്? സഫീഷ്യന്റ് എസ്റ്റിമേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് എല്ലാ ഇൻഫോർമേഷനും പോപ്പുലേഷൻസിന്റെ എല്ലാ ഫങ്ഷൻസും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഇത് സഫീഷ്യന്റ് ആണ്. അപ്പൊ സഫീഷ്യന്റ് എസ്റ്റിമേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് സഫീഷ്യന്റ് ആണ്. പിന്നെ ഇത് എല്ലപ്പോഴും അൺബയാസ്ഡ് ആയിരിക്കില്ല, ചിലപ്പോൾ ഇത് ബയാസ്ഡ് ആയിരിക്കും. അൺബയാസ്ഡ് എന്ന് പറഞ്ഞാല് എന്താണ്? ആവറേജ്, അതായത് സാമ്പിൾ ഡാറ്റയിൽ തന്നെ എന്താണ്? സാമ്പിൾ ഡാറ്റയിൽ തന്നെ പോപ്പുലേഷന്റെ കറക്റ്റ് വാല്യൂ, പോപ്പുലേഷന്റെ പാരാമീറ്റേഴ്സിന്റെ കറക്റ്റ് വാല്യൂ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അൺബയാസ്ഡ് ആണ്. ബട്ട് ചില കേസിൽ നമുക്ക് എന്താ? അത് ബയാസ്ഡ് ആവും. അതായത് സാമ്പിൾസിൽ നിന്ന് നമുക്ക് ഏകദേശം പോപ്പുലേഷന്റെ മീനോട് ചേർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പോപ്പുലേഷന്റെ പാരാമീറ്റേഴ്സിനോട് ചേർന്നിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുക. അപ്പൊ അത് ബയാസ്ഡ് ആണ്. കറക്റ്റ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത് അൺബയാസ്ഡ്. ചില നേരത്ത് ഇറ്റ്സ് നോട്ട് ഓൾവേസ് അൺബയാസ്ഡ് ആണ് എന്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് എന്നുള്ളത്. ഇത്രയാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ് എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എന്ന എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുഡ് എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗുഡ് എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പാരാമീറ്റേഴ്സിന് മോർ ദാൻ വൺ എന്താണ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടാവും. ആ എസ്റ്റിമേറ്ററിൽ ഏറ്റവും ഗുഡ് അക്യുറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള എസ്റ്റിമേറ്റർ ഏതാന്ന് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷനും ദെൻ എന്താണ് മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്നുള്ളത്. മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്നുള്ളത് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്? മെത്തേഡ് ഓഫ് മൊമെന്റ്സ് എന്നുള്ളത്. പിന്നെ ഏറ്റവും വൈഡ് ആയിട്ടും ദെൻ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്നുള്ളത്. ഇറ്റ് ഈസ് ദ മെത്തേഡ് ടു യൂസ് ടു എസ്റ്റിമേറ്റിംഗ് parameters of a population from the samples നിന്ന് നമുക്ക് എന്താ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്, ഒരു മെത്തേഡ് ആണ് എന്ത്? മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റേഴ്സ്. അതിനുശേഷം നമ്മളൊരു എന്താണ് ഡെഫിനിഷൻ പറഞ്ഞു, ഒരു x1 x2 etc xn എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് identical distributed random variables എന്തുണ്ടായിരിക്കും? with probability density function f of x theta. then അതിൽ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യണം? likelihood function ഡിഫൈൻ ചെയ്യണം. likelihood function ഡിനോട്ട് ചെയ്യുന്നത് L of theta ആണ്. അതിന്റെ എന്താണ്? അതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓരോ ഡാറ്റേന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന്. സോ അങ്ങനെ നമുക്ക് ഐഡന്റിക്കൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇൻറ്റു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ എഫ് ഓഫ് x1 ഇൻറ്റു x1 തീറ്റ ഇൻറ്റു എഫ് ഓഫ് x2 തീറ്റ ഇൻറ്റു എഫ് ഓഫ് xn എക്സെട്ര എഫ് ഓഫ് xn തീറ്റ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റേന്റെ തീറ്റ എങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ, അത് തീറ്റേന്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഈ എന്താണ് ലോഗ് എൽ ഓഫ് തീറ്റേന്റെ എന്താണ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത്? തീറ്റേന്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററിന്റെ പ്രോപ്പർട്ടീസ് വന്നു.